ഈ ജില്ലയിലെ അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ആക്ടിവിറ്റികൾ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വിശദമാക്കാമോ? കേരള ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റി ആരംഭിച്ചത്, അതിൻ്റെ ഗൈഡ് ലൈൻസ് ആരംഭിച്ചത് 2019 അതിനുശേഷം വളരെ വേഗത്തിലാണ് അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് കേരളത്തിൽ വന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 33 അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസിന് ഇപ്പോൾ ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ലാൻഡ് ബേസ്ഡ്, വാട്ടർ ബേസ്ഡ്, എയർ ബേസ്ഡ്. ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രെക്കിംഗ്, അത് സോഫ്റ്റ് ട്രെക്കിംഗ് ഉണ്ട്, ഹാർഡ് ട്രെക്കിംഗ് ഉണ്ട്. പിന്നെ നേച്ചർ വാക്ക്, നമ്മൾ മലനിരകളുടെയോ മറ്റുള്ള സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ള നേച്ചർ വാക്കുണ്ട്. പിന്നെ അതുകൂടാതെ ബേർഡ് വാച്ചിങ് ആക്ടിവിറ്റീസ്, പിന്നെ സൈക്ലിംഗ് ടൂർസ്, പിന്നെ സിപ്പ് വയേഴ്സ്. അതിലാണ് നമ്മൾ സിപ്പ് ലൈനൊക്കെ ഉപയോഗിച്ച്, ഇപ്പോൾ ഇടുക്കിയിലാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 15ഓളം ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ക്യാപ്സ്, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ ജില്ലയിൽ അതിൻ്റെ ചെയർമാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസമാണ്. അതിൻ്റെ കൺവീനർ ക്യാപ്സിൻ്റെ CEO ആണ് അതിൻ്റെ കൺവീനർ. മെമ്പേഴ്സ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി, പിന്നെ കേരള ടാർമാർട്ട് സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്, പിന്നെ ഫീൽഡിൽ നിന്നുള്ള എക്സ്പെർട്സ്. അത് കേരള ടൂറിസം എൻപാനൽഡ് ചെയ്തിട്ടുള്ള ടൂറിസം ആക്ടിവിറ്റീസ് നടത്തി പരിചയമായിട്ടുള്ള എക്സ്പെർട്സ് അതിൽ മെമ്പേഴ്സാണ്. പിന്നെ അതുകൂടാതെ ഹൈ റോപ്സ് കോഴ്സസ്, ബർമ ബ്രിഡ്ജ് പോലെയുള്ള ഹൈ റോപ്പ് കോഴ്സസും, പിന്നെ റോപ്പ് ക്ലൈംബിംഗ്, ജീപ്പ് സഫാരി, 4x4 ഡ്രൈവിംഗ് സഫാരീസ്, ഇതിനെല്ലാം കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എയർ ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസിൽ മെയിനായിട്ടുള്ള പാരാഗ്ലൈഡിംഗ് ആണ്. അതിൻ്റെ മെയിൻ സെൻറ്റർ തന്നെ വാഗമൺ അഡ്വഞ്ചർ പാർക്കാണ് പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനായിട്ട് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. വാട്ടർ ബേസ്ഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പാരാസെയിലിംഗ് ആണ്, പിന്നെ വിൻഡ് സർഫിങ്, വാട്ടർ സ്പോർട്സ് സെൻറ്റേഴ്സ്, പിന്നെ കയാക്കിംഗ്, കനോയിങ്, സ്കൂബ ഡൈവിങ്. ഈ ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസായിട്ട് ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്ത് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ടും സിപ്പ് ലൈനുകളായിട്ടാണ് വന്നേക്കുന്നത്. അതുകൂടാതെ ഹൈ റോപ്സ്, പിന്നെ കൂടാതെ ഇപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സെൻറ്റേഴ്സ്, അഡ്വഞ്ചർ പാർക്കുകൾ, ഇതിനെല്ലാം ലൈസൻസ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ക്യാപ്സ് വഴി പരിശോധന നടത്തി ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഈ അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് ഒരു സംരംഭകന് പുതുതായി ഒരു സംരംഭം ആരംഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? കേരള ടൂറിസം അപ്രൂവൽ കൊടുക്കുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനെല്ലാം അപ്രൂവൽ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ സംരംഭകൻ രജിസ്റ്റർ ചെയ്തിട്ട് കേരള ടൂറിസത്തിൻ്റെ പോർട്ടലിലാണ് നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും രേഖകളെല്ലാം ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ട്, അതിനുശേഷം ഈ പോർട്ടൽ വഴി കിട്ടുന്ന ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻസിൻ്റെ സ്ക്രൂട്ടനൈസേഷൻ ചെയ്തതിന് ശേഷം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ ജില്ലയിലും ചെന്നിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ആ സ്ഥാപനം നടത്തുന്നുണ്ടോ എന്നുള്ള വെരിഫൈ ചെയ്തിട്ടാണ് അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ ടൂറിസം ഡയറക്ടറോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ പുതുതായിട്ട് വന്ന ക്ലാസിഫിക്കേഷനാണ് ടെൻഡഡ് ക്യാമ്പ്സ് ക്ലാസിഫിക്കേഷൻ. അതിനും ഇതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് വന്ന് ടെൻഡർ ക്യാമ്പ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തും. കേരള ടൂറിസത്തിൻ്റെ എല്ലാ ക്ലാസിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്
www.kerala-tourism.org എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതുകൂടാതെ കേരള അഡ്വഞ്ചർ .org എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടിയും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അത് ക്യാപ്സിൻ്റെ സൈറ്റാണ്. അതിൽ കൂടിയും നമുക്ക് എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെയും ഗൈഡ് ലൈൻസും ആപ്ലിക്കേഷൻ ചെയ്യേണ്ട രീതികളെല്ലാം അതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരള ടൂറിസത്തിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ സ്കീമുകളായ ഈ ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷൻ, അഡ്വഞ്ചർ ടൂറിസം ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ആയുർവേദ ക്ലാസിഫിക്കേഷൻ, റെസ്റ്റോറൻറ്റ് ക്ലാസിഫിക്കേഷൻ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ പുതിയ ഇതായ ടെൻറ്റഡ് അക്കോമഡേഷൻ, ഇവയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ജില്ലാ ഓഫീസുകളായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷനായിട്ട് ബന്ധപ്പെടുക. ഇവരെല്ലാം നമ്പർ കേരള ടൂറിസത്തിൻ്റെ www.kerala-tourism.org എന്ന സൈറ്റിൽ ലഭ്യമാണ്. അതിൽ വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് വാട്സപ്പ് വഴി നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്ത് തരും. പിന്നെ അതെല്ലാം നമ്മൾ ഗൈഡ് ലൈൻസ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് സംശയം വരുന്ന കാര്യങ്ങൾ അതത് ജില്ലാ ഓഫീസറുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംശയ നിവാരണം വരുത്തിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ ഒരു കാരണവശാലും ഓഫീസിൽ വരേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നില്ല. എല്ലാ കാര്യങ്ങളും തന്നെ സൈറ്റിലുണ്ട്. ഡൗട്ട്സുകളെല്ലാം നമുക്ക് വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ.